നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. ഇന്ത്യൻ റെയിൽവേയുടെ പുത്തൻ പ്രഖ്യാപനം. ട്രെയിനിലെ യാത്രക്കാരുടെ സീറ്റ് വിഹിതത്തിൽ സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ച് ഇന്ത്യൻ റെയിൽവേ. യാത്രികരുടെ യാത്രാ സുഖവും സൗകര്യവും കണക്കിലെടുത്ത് മുതിർന്ന പൗരന്മാർ, സ്ത്രീകൾ, വികലാംഗർ എന്നിവർക്ക് വേണ്ടിയുള്ള ലോവർ ബെർത്തുകളുടെ വിഹിതം ഇന്ത്യൻ റെയിൽവേ വർദ്ധിപ്പിച്ചതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ വിശദീകരിച്ചു. ഇവർക്ക് അപ്പർ മിഡിൽ ബെർത്തുകൾ ലഭിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഇതുവഴി കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് റെയിൽവേ വിലയിരുത്തുന്നത്. ഓട്ടോമാറ്റിക് അലോട്ട്മെന്റ് വഴിയാകും ഇനി മുതൽ ലോവർ ബെർത്തുകൾ ലഭ്യമാക്കുക. ഇതിനായി ഒരു ഓട്ടോമാറ്റിക് അലോക്കേഷൻ ടെക്നിക് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഗർഭിണികൾ, 45 വയസ്സോ അതിൽ കൂടുതലുമുള്ള സ്ത്രീ യാത്രക്കാർ, പ്രായമായവർ എന്നിവർക്ക് അവർ ബുക്കിംഗ് സമയത്ത് ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ലഭ്യതയനുസരിച്ച് ഓട്ടോമാറ്റിക്കായി ലോവർ ബെർത്തുകൾ അനുവദിക്കും. യാത്രയ്ക്കിടെ ലോവർ ബെർത്തുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ മുതിർന്ന പൗരന്മാർ, വികലാംഗർ, ഗർഭിണികൾ എന്നിവർക്ക് മുൻഗണന നൽകും. ഏകീകൃത പെൻഷന്റെ പുതിയ നിയമങ്ങൾ പുറത്തിറക്കി. 2025 ഏപ്രിൽ 1 മുതൽ ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. നിലവിൽ ദേശീയ പെൻഷൻ സംവിധാനത്തിന് കീഴിൽ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ഒന്നുകിൽ NPS-ൽ തുടരാനോ പുതിയ സ്കീമിലേക്ക് മാറാനോ അവസരമുണ്ട്. 2025 മാർച്ച് 31-നോ അതിനു മുൻപോ വിരമിക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ലഭിക്കും. തൊഴിലിനിടയിൽ മരണം സംഭവിച്ചാൽ കുടുംബത്തിന് 2 ലക്ഷം രൂപ. തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലിക്കിടെ മരിച്ചാൽ കുടുംബത്തിന് ധനസഹായമായി 2 ലക്ഷം രൂപ 5 ദിവസത്തിനകം ലഭിക്കും. 2022 ജൂൺ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ സഹായം അനുവദിക്കാൻ തദ്ദേശ വകുപ്പ് സർക്കുലർ ഇറക്കി. നിലവിൽ ആം ആദ്മി ബീമാ യോജന പ്രകാരമുള്ള 75,000 രൂപയായിരുന്നു സംസ്ഥാനത്ത് നൽകിയിരുന്ന ധനസഹായം. ഇത് കേന്ദ്ര സർക്കാർ 2 വർഷം മുൻപ് 2 ലക്ഷം രൂപയാക്കി ഉയർത്തിയെങ്കിലും സംസ്ഥാനത്ത് നടപ്പാക്കിയിരുന്നില്ല. സംസ്ഥാനത്തിന് ബാധ്യതയില്ലാതെ കേന്ദ്ര ഫണ്ടിൽ നിന്ന് ധനസഹായം നൽകാമെന്നിരിക്കെ ഫയലിൽ ഉദ്യോഗസ്ഥർ അടയിരുന്നതാണ് പ്രശ്നമായത്. പുതിയ നിർദ്ദേശപ്രകാരം ജോലിക്കിടയിലുള്ള അപകട മരണം, കുഴഞ്ഞു വീണുള്ള മരണം, സ്ഥിരമായ അംഗവൈകല്യം എന്നിവ സംഭവിച്ചാൽ 2 ലക്ഷം രൂപ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് 5 ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കണം. തൊഴിലാളിയോടൊപ്പം എത്തുന്ന കുട്ടിക്ക് ജോലിസ്ഥലത്ത് വെച്ച് അപകട മരണമോ സ്ഥിരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ 1 ലക്ഷം രൂപയും സഹായമായി നൽകണം. നാളെ ഭൗമ മണിക്കൂർ ആചരണം. ഭൗമ മണിക്കൂർ ആചരണത്തിന്റെ ഭാഗമായി നാളെ രാത്രി 1 മണിക്കൂർ വൈദ്യുതി വിളക്കുകൾ അണച്ച് ഊർജ സംരക്ഷണത്തിൽ പങ്കാളികളാകാൻ ആഹ്വാനം. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്ത്യയുടെ നേതൃത്വത്തിൽ വർഷം തോറുമുള്ള ഭൗമ മണിക്കൂർ ആചരണത്തിന്റെ ഭാഗമാണിത്. രാത്രി 8:30 മുതൽ 9:30 വരെ വീടുകളിലും സ്ഥാപനങ്ങളിലും അത്യാവശ്യമില്ലാത്ത വൈദ്യുതി വിളക്കുകൾ അണച്ചാണ് ഊർജ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമാകേണ്ടത്. പിണങ്ങിയിറങ്ങുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ആശങ്ക. നിസാര കാര്യങ്ങളുടെ പേരിൽ വീട് വിട്ടിറങ്ങുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നു. മുൻപ് കൂടുതലും ആൺകുട്ടികളാണെങ്കിൽ ഇപ്പോഴത് പെൺകുട്ടികളാണ്. സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തിലാണ് ഇവരിൽ പലരും വീട് വിട്ടിറങ്ങുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ആൺ സുഹൃത്തുക്കൾക്കൊപ്പം പോകുന്നവരുമുണ്ട്. ഒരു വർഷത്തിൽ 100-ലധികം കുട്ടികളാണ് സംസ്ഥാനത്ത് വീട് വിടുന്നത്. 2020 മുതൽ 24 വരെ ഇന്ത്യയിൽ 3 ലക്ഷം കുട്ടികളെ കാണാതായി. ഇവരിൽ 36,000 പേരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. രാജ്യത്ത് ഓരോ 8 മിനിറ്റിലും ഒരു കുട്ടിയെ കാണാതാകുന്നു എന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കണക്ക്. അതേസമയം കാണാമറയത്തുള്ള കുട്ടികളിൽ പലരും ലഹരി പെൺവാണിഭ സംഘങ്ങളുടെ കുരുക്കിൽപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറയുന്നു. ഇതിനെല്ലാം പരിഹാരം എന്നത് കുട്ടികളെ രക്ഷിതാക്കൾ മനസ്സിലാക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യണമെന്നതാണ്. കുട്ടികൾക്ക് പറയാനുള്ള അവസരങ്ങൾ നിഷേധിക്കാതിരിക്കുക, അവരെ അവഗണിക്കുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക. ഇക്കാര്യങ്ങൾ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവൻ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സപ്ലൈകോയിൽ അരി കാലിയായി. വിപണി ഇടപെടലിനായി സപ്ലൈകോയ്ക്ക് അടിയന്തരമായി 500 കോടി രൂപ ആവശ്യപ്പെട്ട് ഭക്ഷ്യവകുപ്പ് കത്ത് നൽകി കാത്തിരിക്കുമ്പോൾ ധനവകുപ്പ് വിഷു റംസാൻ ഫെയറിനായി അനുവദിച്ചത് 100 കോടി. മിക്കവാറും ഔട്ട്ലെറ്റുകളിൽ ആന്ധ്ര, വെള്ള അരി ഉൾപ്പെടെയുള്ള അരി ഇനങ്ങൾ പോലും തീർന്ന ഘട്ടത്തിലാണിത്. കിട്ടുന്നത് കൊണ്ട് പ്രത്യേക ഫെയറുകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഭക്ഷ്യവകുപ്പ് സപ്ലൈകോയ്ക്ക് നൽകിയിരിക്കുന്നത്. വിതരണക്കാർക്ക് ഇനിയും 300 കോടിയോളം രൂപ കൊടുത്തു തീർക്കാനുണ്ട്. തവണകളായി കൊടുത്തു തീർക്കാമെന്ന വാഗ്ദാനം നടപ്പിലാക്കാത്തതോടെ പല വിതരണക്കാരും അരി ഉൾപ്പെടെ എത്തിക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. നാഗർകോവിലിൽ അട്ടിമറി ശ്രമം. നാഗർകോവിൽ ഇരണിയലിൽ
പാളത്തിൽ കല്ലുകൾ നിരത്തി ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന പരശുറാം എക്സ്പ്രസ് തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ 5 സംഭവം. ഇരണിയൽ സ്റ്റേഷന് സമീപം പാളത്തിൽ കല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റ് ഉടൻ തന്നെ ട്രെയിൻ നിർത്തുകയായിരുന്നു. സ്റ്റേഷൻ അടുത്തായതിനാൽ വേഗത കുറച്ചാണ് ട്രെയിൻ എത്തിയത്. ഇതുമൂലം പെട്ടെന്ന് തന്നെ നിർത്താൻ കഴിഞ്ഞു. തുടർന്ന് നാഗർകോവിലിൽ നിന്നെത്തിയ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ കല്ലുകൾ നീക്കം ചെയ്ത ശേഷമാണ് ട്രെയിൻ പുറപ്പെട്ടത്. പാളത്തിൽ 4 കല്ലുകളാണ് നിരത്തിയിരുന്നത്. അർദ്ധരാത്രി 1:30 ശേഷമാണ് കല്ലുകൾ നിരത്തിയതെന്നും പോലീസ് പറയുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള അരി വിതരണത്തിന് തീരുമാനമായി. ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട 26 ലക്ഷം വിദ്യാർത്ഥികൾക്ക് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സ്കൂൾ അവധിക്കാലത്തിന് മുന്നോടിയായാണ് അരി വിതരണം. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും. സപ്ലൈകോയിൽ സ്റ്റോക്കുള്ള 17,417 മെട്രിക് ടൺ അരിയിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത്. ഇതിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അനുമതി നൽകുന്ന ഉത്തരവിറങ്ങി. 10 വർഷത്തിനിടെ കേരളത്തിൽ പ്രമേഹ മരണങ്ങൾ ഇരട്ടിയായി. പ്രമേഹവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങൾ മൂലം മരിക്കുന്നവരുടെ എണ്ണം 10 വർഷത്തിനിടെ ഇരട്ടിയായി. മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ഓഫ് കോസ് ഓഫ് ഡെത്ത് നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. രോഗിയെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെ സംബന്ധിച്ച് വിശദമായി ഗവേഷണം നടത്തി. എങ്ങനെ രോഗങ്ങളെ കുറയ്ക്കാനാകും എന്നതിലാണ് MCCD റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. പ്രമേഹം അടിസ്ഥാന കാരണമായി ഉണ്ടായ മരണങ്ങൾ 2014 10.3% 2024 28.4% ഉയർന്നു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇന്ത്യ ഡയബറ്റിസ് നടത്തിയ പഠനത്തിൽ കേരളത്തിലെ ജനസംഖ്യയിലെ 45% പേരും പ്രമേഹ രോഗികളാണെന്ന് കണ്ടെത്തിയിരുന്നു. വലിയൊരു ശതമാനം പ്രമേഹ രോഗത്തിലേക്ക് അടുക്കുകയുമാണ്. കരൾ, വൃക്ക തുടങ്ങിയ രോഗങ്ങളെ ഗുരുതര നിലയിലേക്കും പിന്നീട് മരണത്തിലേക്കും എത്തിക്കുന്നതിനും കാരണം പ്രമേഹമാണ്. പ്രമേഹം നിയന്ത്രിച്ചാൽ മറ്റു രോഗങ്ങളെ അകറ്റി നിർത്താൻ സാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒരു റേഷൻ കടയും പൂട്ടിയിട്ടില്ലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി. സംസ്ഥാനത്ത് 3800 റേഷൻ കടകൾ പൂട്ടും എന്ന റിപ്പോർട്ടുകൾ ശരിയല്ലെന്ന് മന്ത്രി GR അനിൽ നിയമസഭയിൽ അറിയിച്ചു. ബഡ്ജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. റേഷൻ സംവിധാനം കാര്യക്ഷമമാക്കുന്നതിന് റേഷനിംഗ് കൺട്രോളർ ചെയർമാനായി നിയമിച്ച സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കുന്നതിന് സർക്കാർ പരിഗണിക്കുകയാണ്. പൊതുജനങ്ങൾക്കും റേഷൻ വ്യാപാരികൾക്കും അനുകൂലമാകുന്ന തരത്തിലായിരിക്കും പദ്ധതി നടപ്പാക്കുക. ഓഡിറ്റിംഗ് പൂർത്തിയാക്കാത്തതുകൊണ്ടാണ് നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര വീതം ലഭിക്കാത്തതെന്ന ആക്ഷേപം മന്ത്രി നിഷേധിച്ചു. 2020 വരെയുള്ള ഓഡിറ്റിംഗ് പൂർണ്ണമായും പൂർത്തിയായെന്നും മന്ത്രി പറഞ്ഞു. റെക്കോർഡ് കുതിപ്പിൽ സ്വർണ്ണവില. അമേരിക്കയിൽ പലിശ കുറയുമെന്ന വാർത്തകൾ സ്വർണ്ണ വിപണിക്ക് ആവേശം പകർന്നു. കേരളത്തിൽ സ്വർണ്ണവില പവന് 160 രൂപ വർദ്ധിച്ച് 66,160 രൂപയിലെത്തി. ഗ്രാമിന്റെ വില 20 രൂപ ഉയർന്ന് 8,310 രൂപയിലെത്തി. തുടർച്ചയായ 3ാം ദിവസമാണ് സ്വർണ്ണവിലയിൽ മാറ്റം സംഭവിക്കുന്നത്. 550 ഗ്രാമങ്ങളിൽ ജൽജീവൻ മിഷൻ. ഈ വർഷം ഒക്ടോബറോടെ സംസ്ഥാനത്തെ 259 ഗ്രാമപഞ്ചായത്തുകളിലും 2026 ജനുവരിയോടെ 550 ഗ്രാമപഞ്ചായത്തുകളിലും ജലജീവൻ മിഷൻ വഴി പൂർണ്ണമായും കുടിവെള്ളം എത്തിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയെ അറിയിച്ചു. നിലവിൽ 115 ഗ്രാമപഞ്ചായത്തുകളിലും 9 നിയമസഭാ മണ്ഡലങ്ങളിലും ജൽജീവൻ മിഷൻ വഴി 100% കുടിവെള്ളം എത്തിച്ചിട്ടുണ്ട്. പദ്ധതി നടപ്പാക്കുമ്പോൾ റോഡുകൾ കുത്തിപ്പൊളിച്ചിടുന്നു എന്ന് ആരോപണം പരിഹരിക്കാൻ നടപടിയെടുത്തിട്ടുണ്ട്. ആദ്യ 3 ഘട്ടങ്ങളിലായി 51,000 കിലോമീറ്റർ റോഡാണ് കുത്തിപ്പൊളിച്ചത്. ഇതിൽ 41,000 കിലോമീറ്റർ റോഡ് നന്നാക്കാൻ ആവശ്യമായ തുക കൈമാറിയിരുന്നു. ആകെ 1.2 ലക്ഷം കിലോമീറ്റർ റോഡാണ് കുത്തിപ്പൊളിക്കേണ്ടി വരിക എന്നും മന്ത്രി പറഞ്ഞു. കായിക ലോകം. ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾക്ക് സമ്മാന തുകയേക്കാൾ 3 ഇരട്ടി ലഭിക്കും. ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടമുയർത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വമ്പൻ പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI. ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് 58 കോടി രൂപയാണ് BCCI പാരിതോഷികമായി പ്രഖ്യാപിച്ചത്. ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾക്ക് 20 കോടി രൂപയാണ് ICC പാരിതോഷികമായി നൽകിയത്. ചാമ്പ്യൻസ് ട്രോഫി സമ്മാന തുകയേക്കാൾ ഏകദേശം 3 ഇരട്ടിയാണ് BCCI പ്രഖ്യാപിച്ച പാരിതോഷികം. തുടർച്ചയായി ICC കിരീടം നേടുന്നത് ഏറെ സ്പെഷ്യലാണെന്നും ഇന്ത്യൻ ടീമിന്റെ നേട്ടങ്ങൾക്കുള്ള അംഗീകാരമായാണ് പാരിതോഷികം പ്രഖ്യാപിക്കുന്നതെന്നും BCCI പ്രസിഡന്റ് റോജർ ബിന്നി വ്യക്തമാക്കി. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. നിറം കൊണ്ട്
മാത്രമല്ല, രുചി കൊണ്ടും ധാരാളം ആരാധകരുള്ള പച്ചക്കറിയാണ് തക്കാളി. പോഷകങ്ങളുടെ കാര്യത്തിലും തക്കാളി ഒട്ടും പിന്നിലല്ല. സ്ഥിരമായി തക്കാളി ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വിറ്റാമിനുകൾ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയിൽ സമ്പുഷ്ടമാണ് തക്കാളി. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റായ ലൈക്കോപ്പീൻ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു. ലൈക്കോപ്പീനും ബീറ്റാ കാരോട്ടിനും കാൻവിരുദ്ധ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് ഡയബറ്റോളജിസ്റ്റായ ഡോക്ടർ രംഗ സന്തോഷ് പറയുന്നു. ദഹന സഹായികളായ കുടലിലെ ബാക്ടീരിയകളുടെ വളർച്ചയെ സ്വാധീനിക്കുകയും കോശോജ്വലന പ്രതികരണങ്ങളെ തടയുന്നതിന് സഹായിക്കുകയും ചെയ്യും. വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, പൊട്ടാസ്യം എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് തക്കാളി. വിറ്റാമിൻ സി രോഗപ്രതിരോധ സംവിധാനത്തെയും ചർമ്മത്തിന്റെ ആരോഗ്യത്തെയും പിന്തുണയ്ക്കുന്നു. എല്ലുകളുടെ ആരോഗ്യത്തിന് വിറ്റാമിൻ കെ അത്യന്താപേക്ഷിതമാണ്. രക്തസമ്മർദ്ദം, ശരീരത്തിലെ ദ്രാവകങ്ങളുടെ സന്തുലനം തുടങ്ങിയവ നിയന്ത്രിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നുവെന്ന് ഡയബറ്റോളജിസ്റ്റായ ഡോക്ടർ ഗുപ്ത പറയുന്നു. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.